ഹലോ എവരി വൺ. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഈസി ചിക്കൻ സാൻഡ്വിച്ച് ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഈ ക്രീമി ചീസി സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക, ചൂടാക്കുക, ഒരു സ്പൂൺ ബട്ടർ ഇട്ട് മെൽറ്റാക്കിയതിന് ശേഷം ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, ഉള്ളി എന്നിവ ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം അതേ പാനിലേക്ക് തന്നെ ബട്ടർ ഒഴിച്ച് ഒന്ന് മെൽറ്റായതിനു ശേഷം ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു സ്പൂൺ കോൺഫ്ലോർ ചേർക്കണം. കോൺഫ്ലോർ ചേർത്ത് നല്ലതുപോലെ ഇളക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമ്മൾ നല്ലപോലെ ഇളക്കണം, അല്ലെങ്കിൽ നമുക്കൊരു പച്ച ചൊവയായിരിക്കും ഇതിൻ്റെ. ഈ കോൺഫ്ലോർ ഇങ്ങനെ നല്ലതുപോലെ ബട്ടറിലിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പച്ച ചൊവ ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിക്കാം. അപ്പോൾ പാല് ഞാനൊരു 1 കപ്പോളം പാല് ചേർത്തിട്ടുണ്ടാവും. ആ പാല് ചേർത്ത് നല്ലതുപോലെ ഈ കോൺഫ്ലോറും വെളുത്തുള്ളിയെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഇത് കുറുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിനിടയ്ക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ല അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ അതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ചേർക്കാം, കുരുമുളക് ചേർക്കാം. ഇത് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ വൈറ്റ് സോസിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ചിക്കനും ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ബട്ടർ ചേർത്തിട്ട് നല്ലതുപോലെ ചൂടാക്കി വെക്കുക. ആ സമയത്ത് നമുക്ക് ബ്രെഡ് എടുക്കുക, ഈ മിക്സ് അതിനകത്തേക്ക് നല്ലതുപോലെ പേസ്റ്റാക്കി വെക്കുക. അതിനുശേഷം ടൊമാറ്റോ സോസ് ഒഴിക്കണം. ആ ക്ലിപ്പിംഗ് എൻ്റെ നിന്ന് വിട്ടുപോയി. അപ്പോൾ നമ്മളിതിലേക്ക് ഞാൻ കുറച്ചുകൂടെ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് അതിനുശേഷം മൊസറല്ല ചീസാണ് ഞാൻ ചേർക്കുന്നത്. മൊസറല്ല ചീസിൻ്റെ കൂടെ നമുക്ക് സ്ലൈസ്ഡ് ചീസ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ ചീസൊക്കെ ചേർക്കുമ്പോൾ. എന്നിട്ട് നമ്മൾ പാനിലേക്ക് വെച്ച് തിരിച്ചും മറിച്ചിട്ട് നല്ലതുപോലെ മുരിയിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇത് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാൻ, എല്ലാവർക്കും ഉണ്ടാക്കാം, കുട്ടികൾക്കും ഒക്കെ ഉണ്ടാക്കാം. കുട്ടികൾക്ക്